ഹായ്, രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് ഓപ്പണിംഗ് ആവുകയാണ്. അപ്പം മല്ലിശ്ശേരിത്തായാണ് ഷോപ്പ് വരുന്നത്. അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ്രൗനിക ദിവസം ചെയ്യാറുള്ള പോലെ തന്നെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൾക്ക് കാറിൽ കയറിയാൽ അപ്പം പാടണം. കാറിൽ പാട്ട് വെക്കാൻ പറയും, എന്നിട്ട് അതിനനുസരിച്ച് പാടുക ചെയ്യുക. മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ടെന്ന് ദ്രൗനിക. പക്ഷേ ആൾക്ക് നല്ല പനിയാണ്, അതൊന്നും വക വെക്കാതുള്ള വരവാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി കേട്ടോ. അപ്പം മല്ലിശ്ശേരിത്താഴ് തന്നെയാണ് ഇത് സ്പോട്ട് വരുന്നത്. പെൻസിൽ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇവിടെ നമുക്ക് പെന്ന് തൊട്ടിട്ട് വലിയ വലിയ കളർ കിറ്റ് വരെ ഉണ്ട് കേട്ടോ. ഡയറി, അങ്ങനെ ഡ്രോയിങ് ബുക്ക്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊക്കെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ മല്ലിശ്ശേരിത്താഴം തുടങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായി. മറ്റ് ബസാറിലേക്ക് പോകേണ്ടിയിരുന്നു, ഇപ്പം മല്ലിശ്ശേരിത്താഴത്ത് വന്നാൽ മതി. ഇതവർ കുറേ ബുക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. പല ടൈപ്പിലുള്ള ബുക്കുകളാണ്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ കുട്ടികൾക്ക് വരെയുള്ള ബുക്കുകളുണ്ട് കേട്ടോ ഇവിടെ. ചെറിയ കുട്ടികൾക്കുള്ള കഥ ബുക്ക് മുതൽ വലിയ കുട്ടികൾക്കുള്ള GK ക്വസ്റ്റ്യൻ ബുക്ക് വരെ ഇതിലുണ്ട് കേട്ടോ. ദ്രൗനികേൻ്റെയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവരിനി ബില്ലടിക്കാൻ നിൽക്കുകയാണ്. പല തരത്തിലുള്ള പെന്നുകൾ അവൈലബിൾ ആട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്കെച്ച് പെന്നും മാർക്കറും വൈറ്റ്നറും പിന്നെ കട്ടറും റബ്ബറും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള കുറേ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അത് ഡ്രോയിങ് ചെയ്യാനുള്ള പലതരത്തിലുള്ള പെൻസിലുകളുണ്ടല്ലോ, അതൊക്കെ എല്ലാം ഇവിടെ അവൈലബിൾ ആട്ടോ. ഇവിടെ നോട്ടുകളും ഉണ്ട് കേട്ടോ. സാധാ നോട്ടായാലും കോളേജ് നോട്ടായാലും എല്ലാ തരം നോട്ടുകളും ഇവിടെ നമുക്ക് കിട്ടും. നമുക്ക് സ്കൂളിലേക്ക് മക്കൾക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും ഈ കടയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഒരു കടയിൽ കയറി നമുക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ ഒരുമിച്ച് തന്നെ വാങ്ങിക്കാം. പിന്നെ ഇതാ ന്യൂസ് പ്രിൻ്റ് ഉണ്ട്, പിന്നെ ചാർട്ട് ഉണ്ട്, പിന്നെ അല്ലാത്ത നമ്മളെ തുണിയില്ലേ പെയിൻറ്റ് ചെയ്യുന്ന തുണികളൊക്കെ ഉണ്ട്, പിന്നെ ഇതാ ചാർട്ടുകളുണ്ട്. ഒരുവിധം എല്ലാ ഐറ്റംസും ഈ ഒരൊറ്റ കടയിലുണ്ട് കേട്ടോ. അതൊക്കെ അവർ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പിന്നെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രെയിമുകളും, ഇനി ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വന്നാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കുറേ പെന്നിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലെക്സി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പെന്നിൻ്റെ നമുക്കിവിടെ. പിന്നെ പെയിൻറ്റിങ്ങിനുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ ആട്ടോ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ. നോർമൽ പെൻസിൽ മുതൽ നമ്മൾ ഫാൻസി പെൻസിൽ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഇനിയിപ്പോൾ ടൗൺ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കട വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ആക്രിലിക് കളേഴ്സ് കണ്ടില്ലേ, ഒരുപാട് കളറ് നമുക്കിവിടെ ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണല്ലേ കളർ കിറ്റുകൾ. അപ്പോൾ വലിയ വലിയ കളർ കിറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് മക്കൾക്ക് വാങ്ങിക്കൊടുക്കാനായാലും കളർ കിറ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കളർ കിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങും കേട്ടോ. അതിൽ ക്രയോൺസും പിന്നെ പെൻസിൽസും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റം സ്കെച്ചും ഉണ്ടെന്ന് തോന്നുന്നു. സ്കെച്ചും ഒക്കെ അടങ്ങിയൊരു കളർ കിറ്റാണ്. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ നല്ല ക്യൂട്ട് ഡയറികളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡയറികളുണ്ട്, മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യൂട്ട് ഡയറികൾ മുതൽ വലിയവർക്ക് വരെയുള്ള ഡയറികളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ വലിയ ഡയറികൾ വരെ ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തായാലും വേണ്ടി വന്നേനെ. പക്ഷേ ഇതെന്തോ അവരെ കണ്ണിൽ പെട്ടിട്ടില്ല. അവരെ കണ്ണൊക്കെ ആ പെന്നിൻ്റെ മുകളിലേക്കും പെൻസിലിൻ്റെ മുകളിലേക്കും ഒക്കെ പോയതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ ഈ ഫ്രൂട്ട്സ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്, വെഹിക്കിൾസ്, അങ്ങനെ നമുക്ക് UKG കുട്ടികളെയും LKG കുട്ടികളെയും ഒക്കെ പഠിപ്പിക്കേണ്ട കാർഡ്സുകളും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ള കാർഡ്സുകളും ഇവിടെ കിട്ടും. അങ്ങനെ കാർഡ്സുകളൊക്കെ കാട്ടി നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് വേഗം അത് തലയിൽ കയറിക്കോളും. പിന്നെ A4 ഷീറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ.
പിന്നെ ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. അപ്പം അച്ഛൻ്റെ ഫ്രണ്ട് നന്നായിട്ട് വരയ്ക്കും കേട്ടോ. അവർ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അവർ വരച്ച 2 ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലോണം വരയ്ക്കും കേട്ടോ. അങ്ങനെ അവർ വാങ്ങിയതിന് ബില്ലൊക്കെ ആക്കാൻ നിൽക്കുക കേട്ടോ. അപ്പം ഒരാളെ ബില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ നിൽക്കുകയാണ്. ഒരു കൊട്ടൊക്കെ എടുത്ത് അതിലിങ്ങനെ എടുത്തിട്ടതാട്ടോ. അപ്പം ഒരുപാട് ഐറ്റംസ് അവർ തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദ്രവനികേൻ്റെ അത് ബില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾ അവിടെ നിന്ന് പോവാതെ പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ എടുത്തതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പുറത്തിടുമെന്ന് പേടിച്ചിട്ടാട്ടോ. പിന്നെ ക്യൂടെക്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല നല്ല കളേഴ്സുകളാട്ടോ ഉള്ളത്. ഒക്കെ നമുക്ക് കണ്ണ് കുത്തുന്ന രീതിയിൽ അല്ലാത്ത കളേഴ്സുകളാണ് എല്ലാം ഇവിടെ ഉള്ളത്. എനിക്ക് എല്ലാ കളേഴ്സും ഭയങ്കര ഇഷ്ടമായി. അത്രയും നല്ല കളേഴ്സാട്ടോ ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഫ്രണ്ട് വരച്ച ചിത്രം ആട്ടത്. നല്ല രസമല്ലേ, നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട് ഈ ചിത്രം. ഫോണിൽ കൂടി അല്ലാതെ നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ചിത്രം. ദ്രവനിക അവിടെ നിന്ന് പോന്നിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അവളത് കഴിഞ്ഞിട്ടില്ല, കാരണം അത്രയും സാധനങ്ങൾ അവൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അവർ ബില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു വരയ്ക്കണ ആളാണെങ്കിൽ ഇവിടെ വന്നാൽ അതിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. ഡ്രോയിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. വേറെ എങ്ങോട്ടേക്കും ഞങ്ങൾ പോകേണ്ട ആവശ്യം വരില്ല. പിന്നെ നെക്സ്റ്റ് ഇതാ അച്ഛൻ്റെ ഫ്രണ്ട് വരച്ചതാണ് ഒരു ചിത്രം, പൂച്ചേനെ. ഇത് വരച്ചിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചതാട്ടോ. ഇന്ന് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ 9-ാം തീയതിയാണ്. 9/2/2025 ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഈ കട. അവരെ ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്ന്. കാരണം 3 ആളും 3 ഭാഗത്തേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാനുള്ള തിരക്കായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങൾ 3 ആളും എടുത്ത് അവർ ഓക്കെ ഹാപ്പിയായി. ഇനി ഇതൊന്ന് വേഗം വീട്ടിൽ ചെന്ന് പൊട്ടിച്ച് ഒന്ന് വരച്ചൊക്കെ നോക്കിയാലേ സമാധാനമാവും എന്നൊക്കെ പറയുകയാണ് അവർ. ഇത് കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ വീട്ടിലെത്തിയിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. ഉദ്ഘാടനം അതിനെക്കൊണ്ട് ചായയും ലഡുവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്താൻ നേരമില്ലാതെ അവർ TV ഓൺ ചെയ്ത് വര തുടങ്ങിയിട്ടുണ്ട്. ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അപ്പം കണ്ടില്ലേ, അവരെടുത്ത് തന്നെ ഉണ്ട് അവർ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും. ഡ്രോയിങ് ബുക്കും ഒക്കെ അവർ അവിടെ നിന്ന് മേടിച്ചതാട്ടോ. അപ്പം അതിൻ്റെ ഉദ്ഘാടനം തന്നെ അവർ കഴിക്കുകയാണ്. ഇത് ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവരെന്തോ ഒരു പേര് പറഞ്ഞു, ചൈനത്തെ പേര് പോലെ എനിക്ക് തോന്നിയത്. 2 ആളും നല്ല തകൃതിയായിട്ടുള്ള വരയിലാണ്. അവർ ചിത്രങ്ങളൊക്കെ അങ്ങനെ നോക്കി വരയ്ക്കുമ്പം എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അതുപോലെ ആ ചിത്രം കണ്ടതുപോലെ തന്നെ അവർ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ദ്രൗനി കഥ ഇവിടെ അവൾ വാങ്ങിച്ച സാധനം ഒരു സ്കെയിലുണ്ട്. അപ്പം അതിൽ നിന്ന് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത രൂപങ്ങളാട്ടതാ. ഈ സ്കെയിൽ വെച്ച് വരച്ചെടുത്ത രൂപങ്ങളാണതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും മലിശ്ശേരി താഴത്തുള്ള പെൻസിൽ എന്ന് പറഞ്ഞ കടയിലൊന്ന് കയറി നോക്കണം കേട്ടോ. ഇനി നമുക്ക് ബസാറിലേക്കൊന്നും പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക കേട്ടോ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.